എറണാകുളം ജില്ലയിൽ വീണ്ടും കനത്ത മഴ. നഗര ഗ്രാമ മേഖലകളിലെല്ലാം മഴ ശക്തി പ്രാപിക്കുകയാണ്. കളമശ്ശേരിയിലും ഇടപ്പള്ളിയിലും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കൊച്ചിയിൽ നിന്നും അശ്വിൻ പാലാഴി ചേരുന്നുണ്ട്. അശ്വിൻ, ഇപ്പോഴും ഈ മഴ ഈ രീതിയിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണോ? ഈ വെള്ളക്കെട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ ഉള്ളത്? അൻമരിയ, ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് മാത്രമാണ് കൊച്ചിയിൽ വീണ്ടും ശക്തമായ മഴ ആരംഭിച്ചത്. രാവിലെ 11 മണിക്ക് അവസാനിച്ച മഴ പിന്നീട് വൈകുന്നേരം വരെ പെയ്തിരുന്നില്ല. അരമണിക്കൂർ മുമ്പ് ആരംഭിച്ച മഴ ഇപ്പോൾ തന്നെ കൊച്ചിയുടെ പ്രധാന നഗരങ്ങളെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളി ടൗണിലാണ്. ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഈ അരമണിക്കൂർ പെയ്ത മഴ കൊണ്ട് തന്നെ എടപ്പള്ളി നഗരം പൂർണ്ണമായും വെള്ളത്തിനടിയിലായ ഒരു സാഹചര്യമുണ്ട്. കളമശ്ശേരി അടക്കമുള്ള പ്രധാന നഗരങ്ങൾ വൈറ്റില, കളമശ്ശേരി, ഒപ്പം ആലുവ എന്നീ പ്രദേശങ്ങളിലും ഇതിനോടകം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. പുളിഞ്ചോട് പ്രദേശത്ത് രാവിലെ വലിയ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ ഈ അരമണിക്കൂർ മുമ്പ് മാത്രം ആരംഭിച്ച മഴയിൽ വെള്ളക്കെട്ട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം പശ്ചിമ കൊച്ചിയിലും ശക്തമായ മഴ അല്പസമയം മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലേക്ക് വന്നാൽ കോതമംഗലം അടക്കമുള്ള, മൂവാറ്റുപുഴ അടക്കമുള്ള പ്രദേശങ്ങളിലും അതിശക്തമായ മഴ ഇപ്പോൾ പെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ സാഹചര്യം. എന്തായാലും ഈ രാത്രി തന്നെ കൊച്ചി വലിയ വെള്ളക്കെട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഒരു ഓടകളിൽ നിന്ന് പോലും കൃത്യമായ വെള്ളം ഒഴുകി പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു വെല്ലുവിളിയാണ് ഈ അരമണിക്കൂറിനുള്ളിൽ തന്നെ കൊച്ചിയിലെ പ്രധാന നഗരങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. എന്തായാലും അതിശക്തമായ മഴ ഇപ്പോൾ തുടരുകയാണ്. അരമണിക്കൂറും പിന്നിട്ട് തുടരുകയാണ്. അൻമരിയ, ശരി. എറണാകുളം ജില്ലയിൽ കനത്ത മഴ. ജില്ലയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അശ്വിൻ പാലാഴി.